Dear children, we are discussing Social Science 2nd Chapter 5 Ocean and Man. മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ വേവ്സിനെ കുറിച്ചും ടൈഡ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ടുഡേയ്സ് ടോപ്പിക് ഈസ് ഓഷ്യൻ കറൻറ്റ്സ്. It is another type of seawater movement. Ocean currents are the continuous flow of seawater from one direction to another. ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്കുള്ള സീവാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഓഷ്യൻ കറൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സമുദ്രങ്ങളിലെ ജലം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സദാ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ ഓഷ്യൻ കറൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ, ഓഷ്യൻ കറൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്: വാം കറൻറ്റ്സ് ആൻഡ് കോൾഡ് കറൻറ്റ്സ്. Warm currents are the currents that flow from the tropical or subtropical region towards the polar or subpolar regions. Warm currents are originate near the equator and move towards the poles or higher latitudes. ട്രോപ്പിക്കൽ സബ്ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോളാർ സബ്പോളാർ റീജിയനിലേക്ക് ഒഴുകുന്ന ഓഷ്യൻ കറൻറ്റ്സ് ആണ് വാം കറൻറ്റ്സ്. Temperature varies in accordance with latitude. The highest temperature recorded between 10 degree latitudes on either sides of the equator. സൺറൈസ് ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ അളവിൽ ലഭിക്കുന്നത് ഇക്വേറ്ററിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടുള്ള 10 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡ്സിലാണെന്ന് നമ്മൾ പഠിച്ചു. ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോളാർ ഓർ സബ് പോളാർ റീജിയനിലേക്ക് ഒഴുകിയെത്തുന്ന ഓഷ്യൻ കറൻറ്റ്സ് ആണ് വാം കറൻറ്റ്സ്. ഇവയ്ക്ക് ഒഴുകിയെത്തുന്ന പ്രദേശത്തെ ജലത്തെ അപേക്ഷിച്ച് ചൂട് കൂടുതലായിരിക്കും. Similarly, the cold currents are the currents that flow in from the polar or subpolar region toward the tropical or subtropical regions. In this case, the water that flow in will be cooler than the water at the destination. പോളാർ സബ്പോളാർ റീജിയനിൽ നിന്ന് ട്രോപ്പിക്കൽ സബ്ട്രോപ്പിക്കൽ റീജിയനിലേക്ക് ഒഴുകിയെത്തുന്ന ഓഷ്യൻ കറൻറ്റ്സ് ആണ് കോൾഡ് കറൻറ്റ്സ്. ഇവയ്ക്ക് അവ ഒഴുകിയെത്തുന്ന പ്രദേശത്തെ ജലത്തെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും. The temperature and salinity of seawater varies from ocean to ocean. This difference leads to density difference in seawater. The difference in density is one of the factors that cause ocean currents. Our next topic is effects of ocean currents. Influence the climate of coastal regions. ഓഷ്യൻ കറൻറ്റ്സ് അത് ഒഴുകിപ്പോകുന്ന തീരങ്ങളിലെ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നു. കോൾഡ് റീജിയൻസിൽ നിന്നുള്ള കോൾഡ് കറൻറ്റ്സ് വാം ഏരിയാസിലേക്ക് ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയാസിലേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ചൂടിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ വാം കറൻറ്റ്സ് കോൾഡ് റീജിയൻസിലേക്ക് ചെല്ലുമ്പോഴേക്കും തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ കൊടും തണുപ്പിൽ നിന്ന് ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നു. ഫോഗ് ഡെവലപ്സ് ഇൻ ദി റീജിയൻസ് വെയർ വാം ആൻഡ് കോൾഡ് കറൻറ്റ്സ് മീറ്റ്. വാം കറൻറ്റും കോൾഡ് കറൻറ്റും കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ ഫോഗ് ഉണ്ടാകുന്നു. The regions where the warm and cold current meet provide favorable condition for the growth of fish. വാം കറൻറ്റും കോൾഡ് കറൻറ്റും കൂടിച്ചേരുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. It is the meeting place of the warm Gulf Stream current and the cold Labrador current. It provides suitable condition for the growth of planktons, which in turn attract fishes of many kinds. Hope you are convinced of the importance of seawater movements in human life. Oceans are useful to man in different ways. Let us look at them. Oceans provides countless benefit to our planet and all the creatures that live here. Let us discuss in detail. First one is climate. Oceans has a decisive role in controlling the climate along the coastal regions. The sea breeze during the day and land breeze in the night regulate the temperature over the coast.
പകൽ സമയത്ത് വീശുന്ന സീ ബ്രീസും രാത്രികാലങ്ങളിലെ ലാൻഡ് ബ്രീസും കോസ്റ്റൽ ഏരിയാസിലെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നു. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് സീ ബ്രീസ്. രാത്രികാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസും സീ ബ്രീസും കോസ്റ്റൽ ഏരിയാസിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും സുഖപ്രദമാക്കുകയും ചെയ്യുന്നു. ഓഷ്യൻസ് പ്ലേ എ പാർട്ട് ഇൻ ദി ഫോർമേഷൻ ഓഫ് വെതർ ഫിനോമിന ലൈക്ക് റെയിൻ, വിൻഡ് ആൻഡ് സൈക്ലോൺസ്. Generally, the coastal region have moderate climate, whereas severe summer and winter prevails in the regions away from the sea. റെയിൻ, വിൻഡ്, സൈക്ലോൺ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ ഓഷ്യന് വളരെ പ്രധാനമായ പങ്കുണ്ട്. ഓഷ്യനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ സമ്മർ സീസണിൽ കൊടും ചൂടും വിൻ്റർ സീസണിൽ കൂടിയ തണുപ്പും അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഓഷ്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സമ്മർ സീസണിൽ കൊടും ചൂടും വിൻ്റർ സീസണിൽ അതിശക്തമായിട്ടുള്ള തണുപ്പും അനുഭവപ്പെടുന്നു. കോസ്റ്റൽ റീജിയൻസിൽ മിതമായിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. മിനറൽ ഡിപ്പോസിറ്റ്സ്. മോസ്റ്റ് ഓഫ് ദി മിനറൽ ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദി ഓഷ്യൻസ്. എപ്പാർട്ട് ഫ്രം ദി ഡിപ്പോസിറ്റ് ഓഫ് കോമൺ സാൾട്ട്, ബ്രോമിൻ ആൻഡ് മഗ്നീഷ്യം, ദ ഓഷ്യൻ കണ്ടെയ്ൻസ് അയൺ ഓർ കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക മിനറൽസും ഓഷ്യനിലും കാണപ്പെടുന്നു. കോമൺ സാൾട്ട്, ബ്രോമിൻ, മഗ്നീഷ്യം എന്നിവ കൂടാതെ അയണോർ, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നിവയുടെ ഡിപ്പോസിറ്റും ഓഷ്യനിലുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ് ഫ്രം ദ ഓയിൽ ഫീൽഡ്സ് ഇൻ ദി അറേബ്യൻ സീ about 162 km to the west of Mumbai shore started in 1974. This oil field is known as Mumbai High. Mumbai High is operated by Oil and Natural Gas Corporation of India. Power generation. Waves and tides are used for generation of electric power. The waves that strike the turbines on the shores produce electricity by turning them. Sometimes reservoirs are constructed for storing seawater. Seawater that enters the reservoirs at high tide is released during the low tide. The turbine move at both instants and electricity is generated. വേവ്സും ടൈഡ്സും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായിട്ടുള്ള വേവ്സ് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്രതീരങ്ങളിൽ റിസർവോയേഴ്സ് നിർമ്മിച്ചുകൊണ്ടും ശക്തമായിട്ടുള്ള ഹൈ ടൈഡ് സമയത്ത് റിസർവോയേഴ്സിൽ വെള്ളം സംഭരിക്കുകയും ലോ ടൈഡ് സമയത്ത് വെള്ളം തുറന്നുവിടുകയും ചെയ്യുന്നു. ഹൈ ടൈഡ് സമയത്ത് അകത്തേക്കും ലോ ടൈഡ് സമയത്ത് പുറത്തേക്കും ശക്തമായിട്ട് ഓഷ്യൻ വാട്ടർ ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് ടർബൈനുകൾ കറങ്ങുന്നു. അങ്ങനെയും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാറുണ്ട്. ഓഷ്യൻ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ഫുഡ്. Fishing is major activity in Japan, Peru, China, Norway and United States of America. Marine organisms are the source of many medicines. They are used for the production of antibiotics, steroids and vitamins. Drinking water from the sea. We can purify seawater for drinking purposes. Which are the methods to purify seawater? Look at the following chart. Methods to purify seawater. Separating water from brackish water through methods like distillation, evaporation and condensation. സീ വാട്ടർ ശുദ്ധീകരിച്ച് ഡ്രിങ്കിങ് വാട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒരു മെത്തേഡ് സീ വാട്ടറിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള വെള്ളം വേർതിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഡിസ്റ്റിലേഷൻ, ഇവാപറേഷൻ, കണ്ടൻസേഷൻ എന്നിവയാണ്. ഡിസ്റ്റിലേഷൻ, ഇവാപറേഷൻ, കണ്ടൻസേഷൻ തുടങ്ങിയ മെത്തേഡ്സിലൂടെ സീ വാട്ടറിൽ നിന്ന്, ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്യുന്നു. മറ്റൊരു മെത്തേഡിൽ ഇലക്ട്രോഡയാലിസിസ്, റിവേഴ്സ് ഓസ്മോസിസ് തുടങ്ങിയ പ്രോസസ്സിലൂടെ ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന്, സാൾട്ട് വാട്ടറിൽ നിന്ന് സാൾട്ട് വേർതിരിച്ചെടുക്കുന്നു. ഓഷ്യൻ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ത്രൂ ഡിസ്റ്റിലേഷൻ ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ദ പീപ്പിൾ ഓഫ് ലക്ഷദ്വീപ് യൂസ് വാട്ടർ ഒബ്റ്റെയിൻഡ് ത്രൂ ദിസ് പ്രോസസ്. The following are the other uses of ocean to man. Provide several job opportunities in various sectors like fishing, its processing and marketing. Possibilities of tourism. Ocean transport is ideal for the transportation of heavy goods at a cheaper rate from one continent to another. ഓഷ്യൻ ധാരാളം തൊഴിൽ സാധ്യതകൾ നൽകുന്നുണ്ട്. ടൂറിസം മേഖലയിലെ സാധ്യതകൾ, വിനോദസഞ്ചാര മേഖലയിൽ ധാരാളം സാധ്യതകൾ നൽകുന്നുണ്ട്. ഭാരമേറിയ വസ്തുക്കൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ് ഓഷ്യൻ ട്രാൻസ്പോർട്ട്. മനുഷ്യജീവിതത്തിൽ ഓഷ്യൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മനുഷ്യരുടെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ,
ഓഷ്യനും അതിനോട് ചേർന്നിട്ടുള്ള കോസ്റ്റൽ ഏരിയാസും മലിനമാകുന്നതിനും അതുവഴി മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കാനും തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കി ഓഷ്യൻ സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്.